കോട്ടയം ഒരു ചെറിയ ഗ്രാമം. അക്ഷരാർത്ഥത്തിൽ ഇരുണ്ട രാത്രിയുടെ വിചിത്ര നിശബ്ദത. രാവിലെ ആളുകൾ നിറഞ്ഞിരുന്ന വഴി ഇപ്പോൾ ഒരാളും ഇല്ല. മണികണ്ഠൻ, ഒരു കള്ളവ്യവസായി, മദ്യപിച്ച് രാത്രിയിലേക്കു സഞ്ചരിക്കുന്നു. കാറ്റ് തണുപ്പിക്കുന്നു. ഇളം തുളസി സന്ധ്യയ്ക്ക് അകത്തു തെരിയാത്തൊരു മണവും. വഴിയുടെ അറ്റത്ത് ഒരു കല്ലർ. മണികണ്ഠൻ പാതയോരത്ത് നടക്കുന്നു. ഒരു ചിരി. കറുത്ത മരങ്ങളുടെ നിഴലുകൾക്കിടയിൽ ഒരു സ്ത്രീ. വെളുത്ത സാരി, നീണ്ട തണുത്ത മുടി കാറ്റിൽ ആടുന്നു. പക്ഷേ അവളുടെ കാൽ നിലത്ത് തൊടുന്നില്ല. മുഴുവനായും രക്തം ചുവന്ന കണ്ണുകൾ അവനെ നോക്കുന്നു. മണികണ്ഠന്റെ കഴുത്തിൽ ഒരു തണുത്ത വിരൽ തൊടുന്നു. വിരലുകൾ നീണ്ടുകൂടി. അവന്റെ നെഞ്ച് ഒതുങ്ങുന്നു. അവളുടെ കണ്ണുകൾ ഇപ്പോൾ ചുവപ്പല്ല, കുഴിയിൽ നിന്ന് നോക്കുന്ന ഇരുണ്ട ശൂന്യം. അവളുടെ വയറിന്റെ നടുവിൽ വലിയ പൊള്ളലും. കാളിപ്പൊട്ടിയ പോലെ അവൻ വാതാവിയിൽ വീഴും. അവന്റെ നിലവിളി പാതയോരത്ത് മാഞ്ഞു. വലിയ പട്ടയിലൊരു ചിഹ്നം. രാത്രി കള്ളിയാങ്കാട്ട് വഴി കടക്കരുത്. വൈകുന്നേരം അവന്റെ വസ്ത്രങ്ങൾ മാത്രം പാതയോരത്ത് കിടന്നു. പക്ഷേ അവൻ എവിടെയാണ് അപ്പോൾ? വീണ്ടും കള്ളിയാങ്കാട്ട് നീലി ചിരിച്ചു.